നെഞ്ചുവേദന വരുന്നത് അത് ഗ്യാസിന്റെയാണോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഹാർട്ട് അറ്റാക്കിന്റെ വേദന വന്നിട്ട് ഗ്യാസിന്റെ വേദനയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ചികിത്സ വൈകിപ്പിച്ചിട്ട് ഒരുപാട് മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗ്യാസിന്റെ വേദനയും ഹാർട്ട് അറ്റാക്കിന്റെ വേദനയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമുക്ക് ഏതെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് സാധാരണയായിട്ട് ഗ്യാസിന്റെ വേദന ഉണ്ടാവാറ്. ആ സെയിം ഫുഡ് തന്നെ നമ്മൾ ഇതിനു മുമ്പ് കഴിക്കുമ്പോൾ നമുക്ക് ഗ്യാസിന്റെ വേദന ഉണ്ടായിട്ടുണ്ടാകാം. നിശ്ചിത ഫുഡ് കഴിച്ചപ്പോൾ ഇതേപോലത്തെ പെയിൻ തന്നെയാണ് അന്നും ഉണ്ടായിട്ടുണ്ടാകുക. നിങ്ങൾ ആ ഫുഡ് തലേ ദിവസം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഗ്യാസിന്റെ വേദന ഉണ്ടാവണമെന്നില്ല. ആ ഫുഡ് കഴിച്ച മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഗ്യാസിന്റെ വേദന ഉണ്ടാകും. അപ്പോൾ ആ ഫുഡ് കഴിച്ചിട്ട് ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ആ നെഞ്ചുവേദന ഉണ്ടെങ്കിൽ അത് ഗ്യാസിന്റെ വേദനയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്നാൽ നമുക്ക് ഗ്യാസിന്റെ വേദനയിൽ നിന്ന് ഹാർട്ട് അറ്റാക്കിന്റെ വേദന നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ഗ്യാസിന്റെ വേദന ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണെങ്കിൽ ഹാർട്ട് അറ്റാക്കിന്റെ വേദന നമ്മുടെ ബോഡിയിൽ റേഡിയേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതായത് നമ്മുടെ നെഞ്ചിൽ നിന്ന് ഇടത്തെ കൈയിലോട്ടും മുതുകിലോട്ടും പിന്നെ കഴുത്തിലോട്ടും എല്ലാം ഇത് സ്പ്രെഡ് ചെയ്യും. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിന്റെ വേദനയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നടക്കുകയാണെങ്കിലൊക്കെ ആ ഒരു വേദന കൂടി വരുന്നതായിട്ട് നമുക്ക് കാണപ്പെടും. അതുമാത്രമല്ല, ഹാർട്ട് അറ്റാക്കിന് വേദനയാണെന്നുണ്ടെങ്കിൽ വേദനയുടെ കൂടെ തന്നെ നല്ലവണ്ണം വിയർക്കുക, കണ്ണിൽ ഇരുട്ട് കയറുക, കുഴയുക, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക പോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടായേക്കാം. അപ്പോൾ ഹാർട്ട് അറ്റാക്കിന്റെ വേദനയുള്ള ഇതുപോലുള്ള വല്ല ക്യാരക്ടറും കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം. ആ സമയങ്ങളിലൊന്നും നിങ്ങൾ വെറുതെ ഗ്യാസിന്റെ ഗുളിക കഴിച്ചിട്ട് വേദന മാറി എന്ന് വിചാരിച്ചിട്ട് വെറുതെ നിന്ന് സമയം കളയരുത്. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.